Hey guys, once again welcome back to my YouTube channel Helen's World. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെപ്പാറ കാണാൻ വന്നതാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള തെക്കുംകര ഗ്രാമപഞ്ചായത്തിലാണ് ചെപ്പാറ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ താഴത്തു നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. താഴത്ത് വന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുമ്പിൻ്റെ കൈവരികൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈവരികൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് കയറാം. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള പാറയാണ്. പാറ നമ്മളിങ്ങനെ നടന്ന് കയറി വന്ന് കഴിയുമ്പോഴത്തേക്കുള്ള വ്യൂ ആണ് ഇത്. ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ പരന്ന് കിടക്കുന്ന പാറകളുടെ ഒരു കൂട്ടമാണ് ഈ ചെപ്പാറ എന്ന് പറയുന്നത്. അതിരാവിലെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സൂര്യോദയം, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയം കാണാം. ഉച്ച സമയത്ത് വരാനായിട്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല, കാരണം നല്ല വെയിലാണ് പാറയുടെ പുറത്ത്. അവിടെ ഇവിടെയായിട്ട് മരങ്ങളുടെ തണലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നല്ല ചൂടാണ്. പാറ ചൂടാകുമ്പോഴുള്ള ചൂട് ആരോടും പറഞ്ഞറിയിക്കണ്ടല്ലോ. മഴ സമയങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് പാറപ്പുറത്ത് നല്ല പച്ച പുല്ലൊക്കെ ഉണ്ടാകും. ആ പുല്ലൊക്കെ കരിഞ്ഞ് ഇപ്പം നല്ലപോലെ ഉണങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗരറ്റൊക്കെ വലിച്ചിട്ട് കുറ്റിയൊന്നും അവിടെ ഇട്ടിട്ട് പോകരുത്. കത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സിന് പോലും വന്ന് കയറി ഒന്ന് കെടുത്താൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. നല്ല കാറ്റുമുണ്ട്. ഞങ്ങൾ ഏകദേശം 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വന്നത്. അപ്പോഴും അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ചൂട് അനുഭവപ്പെടുത്തില്ല കേട്ടോ, കാരണം എല്ലാ വശത്തുനിന്നും ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടേയിരിക്കും. ചുറ്റുപാട് നോക്കുമ്പോഴത്തേക്ക് നിറയെ മരങ്ങളും മലകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് കുറേ സമയം പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ഈ പാറ കണ്ടോ, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉരുണ്ട് താഴ്ത്ത് വീഴും തോന്നും. പക്ഷെ അതങ്ങനെ വീഴില്ല, അത് ഉറച്ചിരിക്കുന്ന പാറയാണ്. പിന്നെ പാറപ്പുറത്തോട്ട് നടക്കുമ്പോഴത്തേക്ക് നല്ല ഗ്രിപ്പുണ്ട്, എന്നാലും നമ്മൾ സൂക്ഷിക്കണം. താഴത്തോട്ട് നല്ല കുത്തനെ കിടക്കുന്ന കൊക്ക പോലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർ കുറച്ച് കെയർ ചെയ്തിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട്. ഈ ചൂട് സമയത്തും നമ്മളിങ്ങനെ കയറി വന്നിട്ട് നമുക്കൊരു കിതപ്പോ ക്ഷീണമോ ഒന്നും തോന്നുകയില്ല. നല്ല ഞാൻ പറഞ്ഞല്ലോ, കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെയൊക്കെ ഒരു പാടശേഖരവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ കിളികളാണ്. ഇവിടെയുള്ള മരങ്ങളിലൊക്കെ നിറച്ചും കിളികളാണ്. അപ്പോൾ ബേർഡ് വാച്ചിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ട് നമുക്ക് ഇതിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ദൂരെ അങ്ങ് അകലെന്നൊക്കെ നമുക്ക് മയിലിൻ്റെ ശബ്ദങ്ങളും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ പാറപ്പുറത്ത് തന്നെയുള്ളൊരു ചെടിയിൽ നിറച്ചും പൂ പിടിച്ച് നിൽക്കുവാണേ. മരമുല്ലയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ, സ്പോട്ടുകളുണ്ട് നമുക്ക് മാറി മാറി നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ക്ഷീണിച്ചു. അപ്പോൾ ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. ചെക്കനും ഞാനും കൂടി ആ പാറപ്പുറത്ത് അങ്ങ് വിരിച്ച് കടന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കിടക്കാനായിട്ട്. നമ്മുടെ മേളിലോട്ട് ഇങ്ങനെ പാറ ഇങ്ങനെ പരന്ന് കിടക്കുവാണേ. കൗതുകം തരുന്ന കാഴ്ചകൾക്ക് പുറമെ ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ചെപ്പാറ. ശിലായുഗത്തിലൊക്കെ കാണപ്പെട്ടിരുന്ന മുനിയറകൾ ഏകദേശം 6000 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള മുനിയറകളാണ് കേട്ടോ ഇപ്പോഴും നമുക്ക് ചെപ്പാറയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അതുതന്നെ വലിയൊരു കാര്യമാണ്. 2 നെടുങ്ങനെയുള്ള കല്ലുകൾക്ക് മുകളിൽ മറ്റൊരു കല്ല് കയറ്റിവെച്ച രീതിയിലാണ് ഈ മുനിയറകൾ കാണപ്പെടുന്നത്. അന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യർ മരിച്ചു കഴിയുമ്പം അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന കല്ലറകളാണ് ഈ മുനിയറകൾ എന്നറിയപ്പെടുന്നത്. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്ത് വരുമ്പം നമ്മളതിൻ്റെ റെസ്പോൺസിബിലിറ്റി കാണിക്കണം. സംരക്ഷണ വേലിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ മുനിയറയ്ക്കുള്ളിലൊക്കെ കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നിറയെ കാണാനായിട്ട് ഇടയായി. നമ്മൾ മാത്രം കണ്ടാൽ പോരാ, നമ്മളുടെ ഭാവി തലമുറയും ഇതൊക്കെ കാണണം. അതിനൊക്കെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത്. മുനിയറയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി താഴത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു വെള്ളക്കെട്ട് കാണാൻ പറ്റും. 2 പാറകൾക്ക് നടുവിലായിട്ട് ഒരു വെള്ളക്കെട്ട്. അവരുടെ ഡാമെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഡാമെന്ന് പറയാമോ എന്നെനിക്കറിയില്ല. മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു വെള്ളക്കെട്ടാണ്. ഇപ്പോൾ അവിടുത്തെ വെള്ളമൊന്നും അത്രയ്ക്ക് പ്യുവറല്ല, കാരണം ഈ മഴ ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് വെള്ളം അങ്ങനെ കടന്ന് അഴുക്കാവുമല്ലോ. അതിനകത്ത് കുഞ്ഞു മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അവിടെ വന്നിരിക്കാനും ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഏകദേശം 3 മണിയായപ്പോഴത്തേക്ക് നമ്മളിവിടെ വന്നതാണ്. ഇപ്പോൾ ഒരു 6:30-7 മണിയായി. സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, അത്ര മനോഹരമാണ് ഈ സ്ഥലം. വൈദ്യുതി വിളക്കുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പാറയ്ക്ക് മുകളിലും താഴത്തുമായിട്ട്. രാത്രിയാണെങ്കിലും നമുക്കിവിടെ ഇരിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റിയ രീതിയിലാണ് ഇവിടെ വൈദ്യുത വിളക്കുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്.
നമ്മളങ്ങ് കയറിപ്പോയ സമയത്തുള്ള വ്യൂ അല്ല, രാത്രിയിൽ വേറൊരു വ്യൂ ആണ് ചെപ്പാറയ്ക്കുള്ളത്. അപ്പം വേനലവധിയൊക്കെ അല്ലേ, അവധി തീരുന്നതിന് മുമ്പ് കുടുംബവും മക്കളൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാവരും ചെപ്പാറയിൽ വരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ.